ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ BHIC 101 എന്ന് പറയുന്ന പേപ്പറിലെ 12ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ചാപ്റ്റർ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എസ്തെറ്റിസം, സന്യാസ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയത് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ജൈനിസം, ബുദ്ധിസം ആൻഡ് അജീവികാസ്. ജൈനിസം, ബുദ്ധിസം ആൻഡ് അജീവികാസ്. അജീവക മതം ഒക്കെ അറിയാലോ അല്ലെ, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഈ ചാപ്റ്ററിലും അതുപോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. ഫസ്റ്റത്തെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പേജിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് ജൈനിസം, ബുദ്ധിസം ആൻഡ് അജീവികാസ്. നിങ്ങളുടെ ഫസ്റ്റ് ആ ഒരു പാഠഭാഗത്തിലെ ആ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ജൈനമതത്തെ കുറിച്ചും ബുദ്ധമതത്തെ കുറിച്ചും ഒക്കെയാണ് ചാപ്റ്റർ 12 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ എന്താണ് ദ 4 നോബിൾ ട്രൂത്ത്, നമ്മുടെ ബുദ്ധിസവുമായിട്ടുള്ള ട്രൂത്ത്, സത്യത്തെ കുറിച്ച്. പിന്നെ ആരാണ് അജീവികാസ്, അവരുടെ ഫീച്ചേഴ്സ്. പിന്നെ വന്നിട്ട് നമ്മുടെ 4 വേദാസ് അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബുദ്ധ മതത്തിന്റെ ടീച്ചിങ്ങിൽ ബുദ്ധമതം എന്തിനൊക്കെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ ജൈനമതം, അതുപോലെ ജൈൻ കൗൺസിൽസ്. ഇങ്ങനെ കുറച്ച് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലും ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം? ബുദ്ധിസത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബുദ്ധിസം നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുഞ്ഞു ക്ലാസ് തൊട്ട് മുതിർന്ന ക്ലാസ് വരെ നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് ബുദ്ധിസവും അതുപോലെ ജൈനമതവും എന്നൊക്കെ പറയുന്നത്. അതില് നമുക്കറിയാം ബുദ്ധമതത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധനാണെന്നും ജൈനമതത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് വർത്തമാന മഹാവീരനാണെന്നും 24th തീർത്ഥങ്കരനാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയും മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം എന്ന് പറയും. ബുദ്ധിസത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സവിശേഷതകൾ. ഫസ്റ്റത്തത് എൻലൈറ്റ്മെന്റ്. എൻലൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജ്ഞാനോദയം. എൻലൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ജ്ഞാനോദയം എന്നാണ്. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ബുദ്ധിസം ഈസ് അച്ചീവ് നിർവാണ. ഈ ഒരു ബുദ്ധിസം എന്ന് പറയുന്ന മതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നിർവാണ. നിർവാണ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് എന്തിലോട്ട് പോവുക? സന്യാസ ജീവിതത്തിലോട്ട് പോവുക അല്ലെ, അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുക. ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? നിർവാണ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ഇന്നർ പീസ്. അവർക്ക് എന്ത് നേടിയെടുക്കുക? ഇന്നർ പീസ് അല്ലെ. ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന് ഉള്ളിൽ തന്നെ എന്ത് സമാധാനം നേടിയെടുക്കുക. ശരിയായ ജ്ഞാനം, ശരിയായ ഇതാണ് വഴി എന്നൊക്കെ പറഞ്ഞ്, പാത്ത്, ട്രൂ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഇന്നർ പീസ് ഓഫ് വിസ്ഡം, എൻഡ് ഓഫ് സൈക്കിൾ ഓഫ് റീബർത്ത്. ഇവർ വിശ്വസിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുനർജനിക്കും. റീബർത്ത് ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? റീബർത്ത് ഉണ്ട്. റീബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജന്മം. പിന്നെ എന്താണ്? ബുദ്ധിസ്റ്റ് ബിലീവ് ദാറ്റ് ദ പാത്ത് ഓഫ് എൻലൈറ്റ്മെന്റ് ഈസ് അറ്റൈൻഡ് ടു മെഡിറ്റേഷൻ, മൊറാലിറ്റി ആൻഡ് വിസ്ഡം. എന്തിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുത്തത്? നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യോഗ പോലെ അല്ലെങ്കിൽ എന്താണ് ആത്മീക ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള മെഡിറ്റേഷനും അതുപോലെ തന്നെ ധാർമ്മികതയ്ക്കും സത്യത്തിനും ഒക്കെയാണ് എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഒന്നുകൂടെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നിർവാണ. എന്താണ്? നിർവാണ. ദ സ്റ്റേറ്റ് ഇന്നർ പീസ് ഓഫ് ആൻഡ് വിസ്ഡം ഓഫ് ദ എൻഡ് ഓഫ് സൈക്കിൾ ഓഫ് റീബർത്ത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു പുനർജന്മം ഉണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇതെന്ന് പറയുന്നത് ബുദ്ധിസം എന്ന് പറയുന്നത്. Buddhists believe that the path of enlightenment is attained through meditation, morality and wisdom. മെഡിറ്റേഷന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തു. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു ശരീരത്തെ എന്ത് ചെയ്യുക? മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു എല്ലാ കാര്യങ്ങളും വേണമെന്നുള്ള കാര്യം മാത്രം എടുത്തിട്ട് വേണ്ടാത്ത കാര്യങ്ങളെ വർജിക്കുക അല്ലെ. മെഡിറ്റേഷൻ ചെയ്യുക, മനസ്സിനെയും ശരീരത്തെ ഏകാഗ്രഹമാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, മൊറാലിറ്റി, ധാർമ്മികതയ്ക്ക്, പീസിന്, സമാധാനത്തിന് ഒക്കെ പ്രാധാന്യം കൊടുത്ത മതമാണ് നമ്മുടെ ഏത് മതം? ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ?
അപ്പൊ രണ്ടാമത്തെ നമുക്ക് അതിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദ ഫോർ നോബിൾ ട്രൂത്ത്. ബുദ്ധിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റത്തെ എന്താണ്? എൻലൈറ്റ്മെന്റ്. രണ്ടാമത് ദ ഫോർ നോബിൾ ട്രൂത്ത്. ഒരു ട്രൂത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിന് പ്രാധാന്യം കൊടുത്തു. എന്തിന് പ്രാധാന്യം കൊടുത്തു? സത്യത്തിന് പ്രാധാന്യം കൊടുത്തു. ദ ഫോർ നോബിൾ ട്രൂത്ത് ആർ ബുദ്ധ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടീച്ചിങ് ആൻഡ് ആർ എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡിങ് ബുദ്ധിസം. അപ്പോ എന്താ ചെയ്തത്? ഫോർ നോബിൾ ട്രൂത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ശരിയായ വിശ്വാസത്തിനും അല്ലെങ്കിൽ ശരിയായ പ്രാർത്ഥനയ്ക്കും ശരിയായ ജ്ഞാനത്തിനും ഒക്കെ എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. അവരുടെ ടീച്ചിങ് അവർ എന്ത് ചെയ്തു? മറ്റുള്ളവരെ പഠിപ്പിച്ചു അവരുടെ രീതികൾ. അതിൽ ഒന്നാമത്തെ സഫറിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സിസ്റ്റൻസ്. എന്താണ്? ഈ ലോകത്തിൽ ഒരുപാട് എന്തുണ്ട്? സഫർ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കൂട്ടും അല്ലെ? അത് വേണം, ഇത് വേണം, ഇത് വേണം എന്നല്ല. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നമുക്ക് ഫീലിംഗ് വരും, സങ്കടം വരും. ഓക്കെ, അതാ പറയുന്നത് സഫറിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സിസ്റ്റൻസ്. ക്രേവിംഗ് ആൻഡ് അറ്റാച്ച്മെന്റ് കോസ് സഫറിങ്. ഇവിടെ പറയുന്നു ക്രേവിംഗ് നമുക്കുണ്ടാകുന്ന ഒരു ആസക്തി അല്ലെ? ക്രേവിങ്ങും അറ്റാച്ച്മെന്റും, ഓരോന്നിനോടുള്ള അറ്റാച്ച്മെന്റ് എന്താണ്? അതിയായ ഒരു ബന്ധം. ഇതൊക്കെ നമുക്ക് എന്തിനും ബന്ധങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് എന്തിന് കാരണമാകും? സങ്കടത്തിന് കാരണമാകും എന്ന് പറഞ്ഞ മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ ഒരു ചെറിയൊരു സിമ്പിൾ കാര്യത്തിൽ പറഞ്ഞു തരാം. നിങ്ങള് എന്താണ്? ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യം സഫർ ചെയ്തു, ഒക്കെ ആഗ്രഹിച്ചു വന്നിട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വീട് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചോ. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് നിങ്ങൾക്കത് മുന്നോട്ട് നിങ്ങളെ നയിച്ചത്. പക്ഷെ അത് പിൽക്കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സാധിക്കാതെ വന്നു. അപ്പൊ ആഗ്രഹങ്ങളാണ് എന്തിനു നമുക്ക് കാരണമാകുന്നത്? സങ്കടത്തിന് കാരണമാകും. ചെറിയൊരു സിമ്പിൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആഗ്രഹങ്ങളാണ് നമ്മുടെ സങ്കടത്തിന് കാരണമാകുക എന്ന് പറഞ്ഞത് ഏത് മതമാണ്? ബുദ്ധമതമാണ്. ഓക്കെ, മനസ്സിലായി? ഇവിടെ പറയുന്നുണ്ട് ക്രേവിംഗ് ആൻഡ് അറ്റാച്ച്മെന്റ് കോസ് സഫറിങ്. സഫറിങ് എന്ന് എന്താണ്? കഷ്ടപ്പാട് അല്ലെ? അല്ലെങ്കിൽ സങ്കടം. അതിന് ഏത് മതം ഏത് കാരണമാകുന്നു? നമ്മുടെ അറ്റാച്ച്മെന്റും അതുപോലെ ക്രേവിംഗ്. ഓക്കെ, അത് നിർവാണ ഇസ് ദ എൻഡ് ഓഫ് സഫറിങ്. അതെല്ലാം നിങ്ങള് ഇതെല്ലാം മാറണമെങ്കിൽ അവസാനം വരെ നിങ്ങൾ എന്ത് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്? നിർവാണ അല്ലെ? പീസ് ഓഫ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? നിർവാണ അല്ലെങ്കിൽ എന്താണ് മോക്ഷം നേടിയെടുക്കുക എന്നതാണ് ഇതിലെല്ലാം പോം വഴി എന്ന് പറയുന്നത്. അടുത്തത് ദ 8 ഫോൾഡ് പാത്ത് ഈസ് ദ പാത്ത് ഓഫ് നിർവാണ. നിർവാണയ്ക്ക് എത്രയുണ്ട്? 8 തരത്തിലുള്ള പാത്തുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രാർത്ഥന, കുറെ 8 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ സഫറിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സിസ്റ്റൻസ്. സഫറിങ് ഉണ്ട് അല്ലെ? നമ്മുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? കഷ്ടപ്പാടുകൾ ഉണ്ട്. അടുത്തത് എന്താണ്? ക്രേവിംഗ് ആൻഡ് അറ്റാച്ച്മെന്റ് കോസ് സഫറിങ്. ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കുണ്ടാകുന്ന ആസക്തി, ഓരോ കാര്യങ്ങളും വേണം വേണം വേണം, ആഗ്രഹങ്ങളാണ് അല്ലെ? ഒരുപാട് ആഗ്രഹങ്ങളാണ്. അത് എന്തിന് കാരണമാകും? നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ എന്തിന് കാരണം? ദുഃഖത്തിന് കാരണമാകുക അല്ലെ? നമ്മൾ അമിതമായിട്ട് എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങളും ആഗ്രഹിക്കും. ആ ആഗ്രഹങ്ങളാണ് നമ്മളെ എന്തിലോട്ട് നയിക്കുന്നത്? ദുഃഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദുഃഖത്തിലോട്ട് നയിക്കുന്നത്. നിർവാണ ഇസ് ദ എൻഡ് ഓഫ് സഫറിങ്. നിർവാണയാണ് എന്തെന്ന് പറയുന്നത്? സഫറിങ്ങിന്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നിർവാണ. ദ 8 ഫോൾഡ് പാത്ത് ഈസ് ദ പാത്ത് ഓഫ് നിർവാണ. നിർവാണയ്ക്ക് എത്രയാണ്? 8 എന്തുണ്ട്? ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് 8 പാതകൾ ഉണ്ട്. ഓക്കെ, ഇനി കർമ്മയിൽ അവർ വിശ്വസിച്ചിരുന്നു. കർമ്മ എന്ന് പറയുമ്പോൾ എന്താണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് വെയർ ആൻഡ് ഇൻഡിവിജ്വൽ ആക്ഷൻസ് ആൻഡ് ഇന്റൻഷൻ ഇൻഫ്ലുവൻസ് ദെയർ ഫ്യൂച്ചർ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് കിട്ടും? അതിനൊരു എന്തുണ്ട്? റിയാക്ഷൻ ഉണ്ട് അല്ലെ? കർമ്മ അല്ലെ? നമ്മൾ അനുഭവിച്ചേ പോകൂ എന്നുള്ള ആ ഒരു ഇതിൽ അവർ എന്ത് ചെയ്തു? വിശ്വസിച്ചു. കർമ്മത്തിൽ വിശ്വസിച്ചു. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവർ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോസ് എഫക്റ്റ്. നമ്മൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അതിനെ നമ്മളെല്ലാം എഫക്ട് ചെയ്യും. വേർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ആക്ഷൻസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. ഫ്യൂച്ചറിൽ അത് എന്ത് ചെയ്യും? നമുക്ക് കർമ്മയായിട്ട് നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആരുടെ കാര്യമാണ്? നമ്മൾ ഏത് മതത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ബുദ്ധമതത്തെ കുറിച്ചാണ്. അപ്പൊ ബുദ്ധമതത്തില് എന്തിൽ വിശ്വസിച്ചിരുന്നവർ? കർമ്മയില് വിശ്വസിച്ചിരുന്നു. കർമ്മ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് കോസ് ആൻഡ് എഫക്ട് വെയർ ആൻ ഇൻഡിവിജ്വൽ ആക്ഷൻസ് ആൻഡ് ഇന്റൻഷൻസ് ഇൻഫ്ലുവൻസ് ദെയർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്കത് എന്ത് ചെയ്യും? എത്രയായാലും നമ്മൾ ചെയ്യുന്നത് എന്തായാലും എന്ത് ചെയ്യും? അവസാനം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് കർമ്മ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് റീബർത്ത്. റീബർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ബിലീഫ് ഇൻ റീബർത്ത് ക്യാൻ അക്യൂർ ഇൻ മെനി ഫോംസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ, അനിമൽ, ഗോസ്റ്റ് ഓർ നിർവാണ. എന്താ പറഞ്ഞത്? റീബർത്ത് ഉണ്ട്. അത് അനിമൽസിനും ഉണ്ട്, ഹ്യൂമൻസിനും ഉണ്ട്. അനിമൽസിന് മാത്രമാണോ? അല്ല, ഹ്യൂമൻസിനും എന്തുണ്ട്? ഒരു റീബർത്ത് ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് വരും? ഇനി മരിച്ചു കഴിഞ്ഞ ഹ്യൂമൻ ആണെങ്കിൽ എന്തായിട്ട് വരും? ചിലപ്പോ മൃഗങ്ങളായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രേതങ്ങളായിട്ടോ ഒക്കെ എന്ത് ചെയ്യും? പുനർജന്മം അല്ലെങ്കിൽ റീബർത്ത് ഉണ്ട് എന്ന് ആര് വിശ്വസിച്ചിരുന്നു? നമ്മുടെ ബുദ്ധമതം വിശ്വസിച്ചിരുന്നു. അടുത്തത് എന്താണ്? അഹിംസ. നമ്മൾ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ബുദ്ധമതത്തിന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെ? ഇനി അഹിംസ. അഹിംസ എന്ന് പറയുമ്പോൾ എന്താണ്? The principle that the living being have a spark divine spiritual energy, so hurting another being like hurting oneself. അഹിംസ എന്ന് പറയുമ്പോൾ ഒന്നിനെ, ജീവനുള്ള ഒന്നിനെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത് ഏത് മതമാണ്? ബുദ്ധമതമാണ്. ജീവനുള്ള ഒന്നിനെ ഉപദ്രവിക്കരുത്, അവരെ ഹേർട്ട് ചെയ്യരുത്. ഹേർട്ട് ചെയ്യരുത് ആരെയും വേദനിപ്പിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും എന്ത് ചെയ്യരുത്? ടോർച്ചർ ചെയ്യരുത്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്? പ്രവർത്തിക്കരുത്. ഇതെല്ലാം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഹിംസ. ഓക്കെ. അടുത്തത് 3 ജുവൽസ്. ഒരു 3 രത്നങ്ങൾ എന്ന് പറയാം. മലയാളത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്? 3 രത്നങ്ങൾ. എന്താണ്? ഓൾ ഫോംസ് ഓഫ് ബുദ്ധിസം റിവേഴ്സ് ദ ബുദ്ധ, ധർമ്മ ആൻഡ് സംഘ. അവരുടെ 3 രത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബുദ്ധമതത്തിനും ധർമ്മമതത്തിനും സംഘ, ഇതിനെല്ലാം അവർ എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. ഓക്കെ. 3 ജുവൽസ് എന്നാണ് പറഞ്ഞാൽ 3 രത്നങ്ങൾ എന്നാണ്. ഏതൊക്കെയാണ്? ഓൾ ഫോംസ് ഓഫ് ബുദ്ധിസം റിവേഴ്സ് ടു ബുദ്ധ, ധർമ്മ, സംഘ. 3 എണ്ണം. ഇനി സംഘ. സംഘ എന്ന് പറയുമ്പോൾ എന്താണ്? The religious order founded by Buddha that was offered to all regardless of caste or sex. The religious order founded. സംഘ എന്ന് പറയുമ്പോൾ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സ്ഥലത്തെയാണ് എന്ത് വിളിക്കുന്നത്? സംഘ എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം? അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ഓക്കെ. അവിടെ ഷെയർ ചെയ്യാനായിട്ട് കഴിയും. ദ റിലീജിയസ് ഓർഡർ, മതപരമായ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? അവിടെ ഇരുന്ന് സംസാരിക്കാം. അതുപോലെ ഇത് ഫൗണ്ട് ചെയ്ത ആരാണ്? ബുദ്ധ. ഗൗതമ ബുദ്ധനാണ് ഇത് എന്ത് ചെയ്തത്? ഫൗണ്ട് ചെയ്തത്. ഇനി അടുത്തത് എന്താണ്? ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ. ബുദ്ധമതത്തില് എന്തുണ്ടായിരുന്നു? ഒരു നല്ല വാസ്തുവിദ്യ ശൈലി അവർക്കുണ്ടായിരുന്നു. വാസ്തുവിദ്യ ശൈലി എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചർ ആണ്. അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവും കാര്യങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആർക്കിടെക്ചർ? ദ 3 മെയിൻ എലമെന്റ്സ് ഓഫ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ ഓർ വിഹാരാസ്, സ്തൂപാസ് ആൻഡ് ചൈത്യാഗ്രഹാസ്. ഓക്കെ. അപ്പൊ 3 തരത്തിലുള്ള വിഹാരങ്ങളായിട്ടും അതുപോലെ തന്നെ സ്തൂപങ്ങളായിട്ടും. സ്തൂപങ്ങൾ അറിയാലോ, സാജി സ്തൂപം കേട്ടിട്ടില്ലേ? അതാ പറയുന്നത്. സ്തൂപങ്ങളായിട്ടും അതുപോലെ വിഹാരങ്ങളായിട്ടും ശൈത്യഗ്രഹങ്ങളായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആർക്കിടെക്ചർ സെക്ടറിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മനസ്സിലായോ? ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ദ 3 മെയിൻ എലമെന്റ്സ് ഓഫ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ ആർ വിഹാരാസ്, ബുദ്ധാസ് ആൻഡ് ചൈത്യഗ്രഹാസ്. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത്രയും ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? എൻലൈറ്റ്മെന്റ് നോക്കി അല്ലെ? എൻലൈറ്റ്മെന്റ് നോക്കി. ബുദ്ധിസത്തിന്റെ 4 പില്ലേഴ്സ് അല്ലെങ്കിൽ 4 എന്താണ് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. അതെല്ലാം നമ്മൾ നോക്കി. അത് കഴിഞ്ഞ കർമ്മ, പിന്നെ എന്താണ്? റീബർത്ത്, അഹിംസ, 3 ജുവൽസ്, സംഘ, ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തതാണ്? നോക്കിയ കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ വേർ അജീവകാസ്. ആരാണ് അജീവകാസ്? ആരെയാണ് എന്തെന്ന് പറയുന്നത്? അജീവകാസ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്? വാട്ട് ദെയർ ഐഡിയാസ്. അവർക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്? The Ajivikas were an ancient Indian aesthetic sect that believed it. Ancient പഴയകാല അല്ലെ പ്രാചീന കാലത്തുള്ള സന്യാസിമാരെയാണ് എന്ത് വിളിച്ചത്? അജീവികാസ് എന്ന് വിളിച്ചത്. അജീവികാസ് വേർ ആൻഷ്യന്റ് ഇന്ത്യൻ സെയിന്റ്. സെയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സന്യാസിമാരെയാണ്. അവർ എന്തിലൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്? ദ അജീവികാസ് ബിലീവ്ഡ്. അജീവക മതത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നു that everything was predicted by fate for നിയതി. എന്താണ്? മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം എന്തിനെ? ഫലങ്ങളെ സ്വാധീനിക്കുന്നില്ല. മനുഷ്യൻ ചെയ്യുന്ന ഒന്നും തന്നെ എന്തിനു സ്വാധീനിക്കുന്നില്ല? ഫെയ്റ്റ് അല്ലെങ്കിൽ എന്താണ്? സത്യസന്ധ കാര്യങ്ങളെല്ലാം ഫലങ്ങളെ സ്വാധീനിക്കുന്നില്ല. പകരം എന്താണ്? പ്രപഞ്ചശക്തിയാണ്, യൂണിവേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. യൂണിവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. പ്രപഞ്ചശക്തിയാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞത് ഏത് മതത്തിലെ കാര്യങ്ങളാണ്? അജീവകാസിലുള്ള കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നു മനുഷ്യന്റെ പ്രവർത്തികൾ എന്തിനെ സ്വാധീനിക്കുന്നില്ല? ഫെയ്റ്റ് അല്ലെങ്കിൽ ഫലങ്ങളെ സ്വാധീനിക്കുന്നില്ല. പകരം പ്രപഞ്ച ശക്തികളാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നത്. മനസ്സിലായോ?
ക്ലിയർ ആണല്ലോ. എന്താണ് ഇവിടെ പറഞ്ഞത്? അജീവികാസ് ബിലീവ് ദാറ്റ് എവറിത്തിങ് വാസ് പ്രീഡിറ്റർമിൻഡ് ബൈ ഫെയ്റ്റ്. ഇൻഫ്ലുവൻസ് എന്താണ്? നമ്മുടെ പ്രപഞ്ച ശക്തികൾ, യൂണിവേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെന്താണ്? ഒരു വിധി എന്ന് പറയുന്നത് എന്തിലാണ്? വിധി എന്നൊക്കെ പറയില്ലേ, ആ ഒരു വിധി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ആ കാര്യങ്ങളെല്ലാം ലഭിച്ചത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നത് എന്താണ്? ദ അജീവികാസ് ബിലീവ് ദാറ്റ് എവറിത്തിങ് വാസ് predetermined by fate or niyati and that human action did not influence outcomes. മനസ്സിലായോ? മനുഷ്യന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കുന്നില്ല. They believed that the affairs of universe, പ്രപഞ്ച ശക്തിയാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു. അവർ എന്ത് ചെയ്തു? കർമ്മയ്ക്ക്, അജീവിക മതമാണ്, നമ്മൾ ബുദ്ധമതം കഴിഞ്ഞു, അജീവിക മതമാണ് നമ്മൾ ഇനി നോക്കുന്നത്. കർമ്മയ്ക്കും അവർ എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. The Ajivikas consider the karma doctrine to be fallacy. കർമ്മയ്ക്കും പ്രാധാന്യം കൊടുത്തു. ലിബറേഷൻ, അജീവിക മതത്തിന് ഒരു പ്രത്യേകതയാണ് ലിബറേഷൻ. ദ അജീവികാസ് withheld judgment on to how to achieve liberation from the eternal cycle of birth. അവർ പറഞ്ഞു എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എന്ത് നേടിയെടുക്കണം? മോക്ഷം നേടിയെടുക്കണം. പിന്നെ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? റീബർത്ത് ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഒരു റീബർത്ത് ഉണ്ട് എന്ന് ആര് പറഞ്ഞു? ഈ അജീവികാസ് മതത്തിലെ ലിബറേഷനിൽ നമ്മൾ പറയുന്നു. അപ്പൊ അജീവികാസ് withheld judgment on how to achieve liberation from the eternal cycle of birth. അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ റീബർത്ത് ഉണ്ട് എന്നും അജീവിക മതവും പറയുകയുണ്ടായി. ഇനി ഓസ്ട്രേലിയസ്, the Ajivikas practice Australians rather than pure and purposeful goal. ഇവർ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? തപസ്സിനാണ്. അതാണ് ഓസ്ട്രേലിയസ് എന്ന് പറയുമ്പോൾ തപസ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? തപസ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. നേക്കഡ് വാണ്ടറിങ് എന്ന് പറയുന്നത് അജീവ്സ് വേർ സെക്ട് ഓഫ് നേക്കഡ് വാണ്ടറിങ് ആസ്തിരി. ഇവര് വസ്ത്രത്തെ എന്ത് ചെയ്തു? ബഹിഷ്കരിക്കുകയും, എന്താണ് നമുക്കറിയാലോ, ദിഗംബര ശേതംബരാസ് എന്നൊക്കെ നമ്മൾ ജൈന മതത്തിൽ പഠിക്കാറുണ്ട്. ആകാശത്തെ എന്താക്കി മാറ്റി? വസ്ത്രമാക്കി മാറ്റി എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ്? ഒരു നേക്കഡാണ്. നേക്കഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വസ്ത്രത്തെ ബഹിഷ്കരിക്കുകയും, നമുക്ക് നാണം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നേക്കഡ് ആയിട്ടുള്ള വാണ്ടറിങ്ങിനാണ്. അല്ലെങ്കിൽ അജീവികാസ് മതം എന്ന് പറയുന്നത് എങ്ങനെയാ പോയത്? കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നത്. അവർക്ക് വസ്ത്രങ്ങളോ ഒന്നും വേണ്ട, അതൊക്കെ ഭൗതികപരമായ കാര്യങ്ങളാണ്. ഇതിനെല്ലാം വർജിച്ചുകൊണ്ടാണ് അവരുടെ മതത്തിൽ അവർ കാര്യങ്ങൾ ചെയ്തു പോയത്. മനസ്സിലായല്ലോ? അടുത്തത്, വാട്ട് വേർ ദ ടീച്ചിങ് ഓഫ് മഹാവീര. മഹാവീര ആരാണ്? മഹാവീര എന്ന് പറയുന്നത് നമ്മുടെ ജൈനമതത്തിന്റെ ഫൗണ്ടറിനെയാണ് എന്ത് വിളിക്കുന്നത്? മഹാവീര എന്ന് പറയുന്നത്. ജൈനമതത്തിലെ ഫൗണ്ടറാണ് മഹാവീര. മഹാവീര 24th എന്താണ്? തീർത്ഥങ്കരയാണ്. 24ാമത്തെ തീർത്ഥങ്കരൻ ആണ് നമ്മുടെ മഹാവീരൻ എന്ന് പറയുന്നത് ജൈനിസത്തില്. മെനി പ്രിൻസിപ്പിൾസ് സ്റ്റിൽ റിലവന്റ് ടുഡേ. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഇന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. 24ാമത്തെ തീർത്ഥങ്കരനെയാണ് എന്ത് വിളിക്കുന്നത്? മഹാവീരൻ എന്ന് പറഞ്ഞത്. 23ാമത്തത് എന്താണ്? പാർശ്വനാഥൻ അല്ലെ. അതിനുശേഷം വന്നതാണ് 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ജൈനമതത്തിന്റെ ഫൗണ്ടർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഇന്നും റിലവന്റ് ആണ്. ഇന്നും എല്ലാവരും എന്ത് ചെയ്തു? സ്വാധീനിച്ചു പോകുന്നു. എന്തൊക്കെയാണ് ജൈനിസത്തിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നേരെ നമ്മൾ ബുദ്ധിസം നോക്കി. ഇനി ജൈനിസത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ വയലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആരെയും എന്ത് ചെയ്യരുത്? അക്രമം വേണ്ട, ഉപദ്രവം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നോൺ വയലൻസ് എന്ന് പറയുമ്പോൾ മഹാവീര തോട്ട് ദാറ്റ് പീപ്പിൾ ഷുഡ് പ്രാക്ടീസ് നോൺ വയലൻസ്, അഹിംസ towards all living beings, encouraged his followers to become vegetarians, right conduct, right faith, right knowledge. Mahavira thought 3 principles are essential for spiritual liberation. Spiritual, ആത്മീകപരമായിട്ടുള്ള മോചനം, ആത്മീക ജീവിതത്തിനാണ് ഇവർ പ്രാധാന്യം നൽകിയത്. ഏത് മതം? ജൈനിസം. ഏത് മതത്തിനാണ് പ്രാധാന്യം നൽകിയത്? നമ്മുടെ ആത്മീകപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. എങ്ങനെയാണ് മഹാവീരൻ മതത്തെ, നമ്മുടെ ജൈനമതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? എങ്ങനെയാണ്? അഹിംസയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അഹിംസ എന്ന് പറയുമ്പോൾ അവിടെ ആരെയും വധിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്, അങ്ങനെയുള്ള എന്താണ് സത്യത്തിന് വേണ്ടിയിട്ടും മോക്ഷത്തിന് വേണ്ടിയിട്ടും നിലകൊണ്ട മതമാണ് നോൺ വയലൻസ് അല്ലെങ്കിൽ ജൈനമതം എന്ന് പറയുന്നത്. അതിൽ നോൺ വയലൻസ് എങ്ങനെയായിരുന്നു? സ്കൂൾ ഓഫ് പ്രാക്ടീസ് ആയിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു. അതിലുള്ളവർ വെജിറ്റേറിയൻസ് ആണ് കഴിച്ചിരുന്നത്. അല്ലാതെ നോൺ വെജും കാര്യങ്ങളൊന്നും കഴിച്ചില്ല, വെജിറ്റേറിയൻസ് ആണ്. പിന്നെ റൈറ്റ് കണ്ടക്ട്, ശരിയായ ജ്ഞാനം, പിന്നെ ശരിയായ വിശ്വാസം,
പിന്നെ ശരിയായ അറിവ്, അതാണ് റൈറ്റ് കണ്ടക്ട്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്. പിന്നെ മഹാവീര തോട്ട് ടു 3 പ്രിൻസിപ്പിൾസ് എസെൻഷ്യൽ സ്പിരിച്വൽ. ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? സ്പിരിച്വൽ ലിബറേഷൻ. സ്പിരിച്വൽ ലിബറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആത്മീകപരമായ ജ്ഞാനത്തിനാണ് ഇവർ പ്രാധാന്യം നൽകിയത്. ആത്മീകപരമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്മീകക്കാണ് പ്രാധാന്യം നൽകിയത്, അല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും ഇവർക്ക് പ്രാധാന്യം ഇല്ലായിരുന്നു. ഇനി 5 woes എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 5 തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാം. മഹാവീര തോട്ട് ദാറ്റ് പീപ്പിൾ ഷുഡ് ഒബ്സർവ് ദ 5 woes: അഹിംസ, സത്യ, ആസ്തേയ, ബ്രഹ്മചര്യ, അപഗ്രഹ. ഇങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഏതൊക്കെയാണ്? അഹിംസ, സത്യ, ആസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. നോക്കിക്കേ, ഇതെന്തൊക്കെയാണ്? അഹിംസ എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ വയലൻസ്. ആരെയും എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അതിനെയാണ് എന്ത് പറയുന്നത്? അഹിംസ എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂത്ത്ഫുൾനെസ് ആയിരിക്കണം. സത്യം മാത്രമേ പറയാവൂ. ശരിയായ സത്യത്തിൽ മാത്രം എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അതാണ് ട്രൂത്ത്ഫുൾനെസ്. ആസ്തേയ എന്ന് പറയുന്നത് എന്താണ്? നോൺ സ്റ്റീലിംഗ് എന്ന് പറയുമ്പോൾ ഒന്നും മോഷ്ടിക്കരുത്. അതാണ് ആസ്തേയ എന്ന് പറയുന്നത്. ബ്രഹ്മചര്യ എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ ഒരു പവിത്രത ഉണ്ടായിരിക്കണം. ചഷ്ടി എന്ന് പറയും. ജീവിതത്തില് ഒരു പവിത്രത ഉണ്ടായിരിക്കണം. അതാണ് എന്ന് പറയുന്നത് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. ഇനി അപരിഗ്രഹ എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ അറ്റാച്ച്മെന്റ്. ഒന്നിനോട് എന്തുണ്ടാകരുത്? ഒരു അറ്റാച്ച്മെന്റും ഉണ്ടായിരുന്നു. ഫാമിലി ലൈഫിനോടോ അല്ലെങ്കിൽ എന്താണ് മക്കളോടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിനോടോ ഒന്നുമേ എന്ത് പാടില്ല? ഒരു അറ്റാച്ച്മെന്റും പാടില്ല. കാരണം എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞത് അല്ലെ. ആഗ്രഹങ്ങളാണ് എന്തിനു കാരണം? ദുഃഖത്തിന് കാരണം. അപ്പൊ ഒന്നിനോട് എന്ത് പാടില്ല? ഒരു അറ്റാച്ച്മെന്റും പാടില്ല എന്ന് പറഞ്ഞതാണ് അപരിഗ്രഹ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ: അഹിംസ, സത്യ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആസ്തേയ, അതുപോലെ ബ്രഹ്മചര്യ, പിന്നെ അപരിഗ്രഹ. ഇങ്ങനെ 5 തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ മഹാവീരന്റെ ജൈനമതം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ: അഹിംസ എന്ന് പറയുമ്പോൾ നോൺ വയലൻസ് ആണ്. സത്യ എന്ന് പറയുമ്പോൾ ട്രൂത്ത്ഫുൾനെസ് ആണ്. ആസ്തേയ നോൺ സ്റ്റീലിംഗ്, ബ്രഹ്മചര്യ ചഷ്ടി, അപരിഗ്രഹം നോൺ അറ്റാച്ച്മെന്റ്. ഇനി സിമ്പിൾ ലിവിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ലളിതകരമായ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത്. സിമ്പിൾ ലിവിങ് എന്ന് പറയുമ്പോൾ ലളിതകരമായ, ലാളിത്യപരമായ ജീവിതത്തിന് പ്രാധാന്യം നൽകി. മഹാവീര തോട്ട് ദാറ്റ് പീപ്പിൾ ഷുഡ് ലിവ് സിമ്പിൾ ആൻഡ് പ്യുവർ ലൈഫ്സ്. ലളിതകരമായ ആർഭാട ജീവിതത്തെ വർജിച്ചു. ആർഭാട ജീവിതം വേണ്ട. എങ്ങനെയാ ജീവിച്ചത്? സിമ്പിൾ ആയിട്ടുള്ള ജീവിതമാണ് നയിച്ചത്. അടുത്ത സെൽഫ് റിയലൈസേഷന്റെ അർത്ഥം എന്താണ്? സ്വയം തിരിച്ചറിവ്. എനിക്ക് എന്നെ പറ്റി തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. സ്വയം തിരിച്ചറിവ് എന്നാണ് അതിനെ പറയുന്നത്. എങ്ങനെയാ സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്നത്? മഹാവീര തോട്ട് ദാറ്റ് പീപ്പിൾ ക്യാൻ അച്ചീവ് സെൽഫ് റിയലൈസേഷൻ ബൈ പ്രാക്ടീസിങ് ഭേദവിജ്ഞാന. ഒരു എന്താണ് സെൽഫ് റിയലൈസേഷൻ? നമുക്ക് നമ്മളെ തന്നെ പറ്റി, നമ്മുടെ വീക്ക് പോയിന്റ്, നമ്മുടെ ശരിയായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അനേകദന്തവാദം എന്ന് പറയുന്നത് മഹാവീര തോട്ട് ദാറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അനേകദന്ത വിച്ച് ഈസ് ദ ഐഡിയ ഓഫ് മെനി സൈഡ് റിയാലിറ്റി. ശരിയായ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശരിയായ വിശ്വാസത്തിനും അതുപോലെ തന്നെ എന്താണ് തോട്ട്, ചിന്താഗതികൾക്കും വേണ്ടിയിട്ടുള്ള മതമാണ് അനേകദന്തവാദം എന്ന് പറയുന്നത്. മനസ്സിലായോ? അനേകദന്തവാദം എന്ന് പറയുന്നത് എന്താണ്? മഹാവീര തോട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അനേകദന്തവാദ വിച്ച് ഈസ് ഐഡിയ ഓഫ് മെനി സൈഡ് റിയാലിറ്റി. റിയാലിറ്റിക്ക് വേണ്ടി, റിയാലിറ്റി എന്ന് പറയുമ്പോൾ സത്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ മതം വന്നത്. ഇനി ഡെവലപ്മെന്റ് ഓഫ് ജൈനിസം. Teaching of Mahavira became very popular among the mass different sections of society attracted to Jainism. ജൈനിസം വന്നപ്പോൾ തന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലോടും എന്ത് വന്നു? ജൈനിസത്തിന് എന്ത് ചെയ്തു? വളരെയധികം പ്രചാരണം ലഭിച്ചു. എല്ലാവരും ജൈന മതത്തിലോട്ട് എന്ത് ചെയ്തു? ആകർഷിക്കാനായിട്ട് തുടങ്ങി. എല്ലാവർക്കും ആകർഷ്ടരായി അതിലോട്ട് കടന്നു വരികയുണ്ടായി. വി വിൽ സീ നോ കോൺട്രിബ്യൂട്ട് ടു സ്പ്രെഡ് റിലീജിയൻ ആൻഡ് ഡെവലപ്മെന്റ് വെയർ. ഈ ജൈനമതം പല സ്ഥലങ്ങളിലോട്ട്, അല്ലെങ്കിൽ ജൈനമതം എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്തു? സ്പ്രെഡായി, വ്യാപിക്കുകയുണ്ടായി. പിന്നെന്താണ്? ടീച്ചിങ്. അതിന്റെ എല്ലാ ടീച്ചിങ്ങും, അതിന്റെ പഠിപ്പിക്കലുകളെല്ലാം മറ്റ് സാധാരണക്കാരായ ജനങ്ങളെ എന്ത് ചെയ്തു? സ്വാധീനിച്ചു. അതാണ് ഡെവലപ്മെന്റ് ഓഫ് ജൈനിസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ടീച്ചിങ് ഓഫ് മഹാവീരന്റെ പഠിപ്പിക്കലുകൾ മറ്റ് എന്താണ് ജനങ്ങളെ എന്ത് ചെയ്തു? സ്വാധീനിക്കുകയുണ്ടായി.
പിന്നെ കോൺട്രിബ്യൂട്ടഡ് ഒരുപാട് കാര്യങ്ങൾ വാട്ട് കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്പ്രെഡ് ഓഫ് ദിസ് റിലീജിയൻ ദ ഡെവലപ്മെന്റ് അവരുടെ എന്താണ് സംഭാവനകളൊക്കെ എന്ത് ചെയ്തു സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഇനി സ്പ്രെഡ് ഓഫ് ജൈനിസം മഹാവീര ഹാഡ് ഇവൻ ഡിസിപ്ലിൻസ് നോൺ ആസ് ഗാന്ധാരാസ് ഓർ ഹെഡ് സ്കൂൾസ്. ഈ സ്പ്രെഡ് ചെയ്തത് ഗാന്ധാര സ്കൂൾ എന്ന് പറയുന്ന തോട്ടം അതുപോലെ തന്നെ എന്താണ് ഗാന്ധാര ഹെഡ് സ്കൂൾസ്. ഈ ഗാന്ധാര സ്കൂളിലൂടെ എന്ത് ചെയ്തു മഹാവീരന്റെ 11 ഡിസിപ്പിൾസ് അല്ലെ. ഡിസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ രീതികളിലുള്ള ആ ഒരു ജ്ഞാനം അതുപോലെ തന്നെ ചിട്ടകൾ ഒക്കെ എന്ത് ചെയ്തു മറ്റ് മതങ്ങളിലോട്ട് സ്വാധീനം ചെലുത്തുകയുണ്ടായി. പിന്നെ എന്താണ് പറയുന്നത് മഹാവീരയുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒരുപാട് മറ്റ് മതങ്ങളെ എന്ത് ചെയ്തു ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ മഹാവീരയുടെ മരിക്കുകയുണ്ടായി. അതിനുശേഷം ജൈന ഓർഡർ ഇൻ ദ ഡേ ലേക്ക് നന്ദ കിങ് വാസ് അഡ്മിനിസ്ട്രേറ്റ് 2 തെരാസ്. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ മഹാവീരന്റെ മരണത്തിന് ശേഷം നന്ദരാജാവാണ് ഭരണത്തിലോട്ട് വന്നത്. അതുവരെ എന്ത് ചെയ്തു ഒരുപാട് കാര്യങ്ങളിലോട്ട് എന്ത് ചെയ്തു ജൈനമതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജൈനമതത്തെ സ്പ്രെഡ് ചെയ്യുകയും ഉണ്ടായി. ഒരുപാട് തലങ്ങളിലോട്ട് ജൈനമതം വികാസം പ്രാപിച്ചു പോയി. ജൈൻ കൗൺസിൽസ് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദ ക്ലോസ് ടു ചന്ദ്രഗുപ്ത മൗര്യ ruled a terrible famine broke about the South Bihar. It lasted for about 12 years. ഭദ്രബാഹു ആൻഡ് ഹിസ് ഡിസിപ്ലിൻ മൈഗ്രേറ്റ് സാർവൺ. ഈ ഇദ്ദേഹത്തിന്റെ എന്താണ് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനൊക്കെ ജൈനമതം സ്വീകരിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അനുയായിയായിരുന്നു ഭദ്രബാഹു. ഈ ഭദ്രബാഹു എന്ത് ചെയ്തു ഇദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻസ് എല്ലാ സ്ഥലങ്ങളും കർണാടകയിലോട്ടും മറ്റു സ്ഥലങ്ങളിലോട്ടും എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി, സ്പ്രെഡ് ആക്കുകയുണ്ടായി. ഇപ്പൊ ശ്രാവണ ബെൽഗോളയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലോട്ട് ഈ ഭദ്രബാഹുവിന്റെ ഡിസിപ്ലിൻസ് സ്വാധീനം ചെലുത്തുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ എന്താണ് കൗൺസിൽ ടു സേക്രഡ് ടീച്ചിങ് മഹാവീര ഡിവൈഡ് 12 അംഗാസ്. അത് നിങ്ങൾ നോക്കണ്ട. ഈ മഹാവീരന്റെ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതികളെ 12 അംഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 12 അംഗങ്ങൾ 12 അംഗാസ് എന്ന് പറയുമ്പോൾ 12 അംഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ടുവേർഡ്സ് ദ ക്ലോസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യന് അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ജൈനമതം സ്വീകരിക്കുകയുണ്ടായി. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചിങ് ഓഫ് ദ ബുദ്ധമതത്തിന്റെ ടീച്ചിങ് എന്താണ്? ദ ബേസിക് ടീച്ചിങ് ഓഫ് ദ ബുദ്ധ കണ്ടെയ്നിങ് എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? ദ 4 നോബിൾ ട്രൂത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ട്രൂത്തിനാണ് പ്രാധാന്യം നൽകിയത്. പിന്നെ എന്താണ് ദ വേർഡ് ഫുൾ സഫറിങ് എന്താണ് കഷ്ടപ്പാടിനാണ് എന്ത് ചെയ്തു കഷ്ടപ്പെട്ട് എന്ത് ചെയ്യേണ്ടി വന്നു അവസാനം എന്ത് ചെയ്തു ശരിയായ ഞാൻ പറഞ്ഞില്ലേ ശരിയായ കാര്യങ്ങളിലോട്ട് പോയി. സഫറിങ് ഉണ്ട്. ഓൾ സഫറിങ് നമ്മൾ എന്തൊക്കെ ചെയ്ത എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക. ഡിസയർ ഇഗ്നോർ അറ്റാച്ച്മെന്റ് നമ്മുടെ അറ്റാച്ച്മെന്റ് ഒരുപാട് നമ്മൾ എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് പാടില്ല. ദ സഫറിങ് കുഡ് ബി റിമൂവ്ഡ് ബൈ ഡിസ്ട്രോയിങ് കോസ്. സഫറിങ് എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുക, കഷ്ടപ്പാടുകളെ റിമൂവ് ചെയ്യുക. അതിനെ എന്താണ് ഫാമിലി ലൈഫ് അതിലെല്ലാം ഉള്ള ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മാറ്റുക. അതിനാണ് സന്യാസ ജീവിതത്തിലോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞില്ലേ എല്ലാ ഫാമിലി ലൈഫ് ത്യജിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു ബുദ്ധമതത്തിലൂടെ. ഇൻ ഓർഡർ ടു എൻഡ് സഫറിങ് one must know the right path. The path is 8-fold path. അഷ്ടാംഗ മാർഗ 8 മാർഗങ്ങളിലൂടെ 8 മാർഗങ്ങളെ വിളിച്ച പേരാണ് അഷ്ടാംഗ മാർഗ. 8 മാർഗങ്ങളിലൂടെ എന്ത് ചെയ്തു സഫറിങ് ഒക്കെ എന്ത് ചെയ്യുക എൻഡ് ചെയ്യുക പറ്റും എൻഡ് ചെയ്യുക അവസാനിപ്പിക്കാനായിട്ട് കഴിയും അല്ലെ. റൈറ്റ് പാത്തിലൂടെ എത്തിക്കാൻ കഴിയും എന്നൊക്കെ ബുദ്ധമതത്തിലൂടെ ടീച്ചിങ് ചെയ്യുകയുണ്ടായി. മനസ്സിലായോ? ദ ബേസിക് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിയായ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരുന്നു സഫറിങ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് സഫറിങ് ആണ് അല്ലെ. സഫറിങ് വരാൻ കാരണം എന്താണ് നമ്മുടെ ഡിസയർ ആണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ് എന്തിനു വഴി തെളിയിക്കുന്നത് നമ്മുടെ സഫറിങ്ങിന് കാരണമാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങളെ ത്യജിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മോക്ഷം കിട്ടും എന്നെല്ലാം പറഞ്ഞത് ഈ ബുദ്ധമതത്തിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ടീച്ചിങ് ഓഫ് ബുദ്ധ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി എന്തൊക്കെയാണ് ജൈനമതത്തിന്റെ ടീച്ചിങ് നോക്കി, ബുദ്ധമതത്തിന്റെ ടീച്ചിങ് നോക്കി, ജൈനമതത്തിന്റെ ഫീച്ചേഴ്സ് നോക്കി, ബുദ്ധമതത്തിന്റെ ഫീച്ചേഴ്സ് നോക്കി. എന്താണ് കർമ്മ, അതുപോലെ എന്താണ് എൻലൈറ്റ്മെന്റ് അല്ലെ, ജ്ഞാനോദയം, പിന്നെ എന്താണ് വിധി. നമ്മുടെ എന്താണ് മനുഷ്യന്റെ പ്രവർത്തികൾ എന്നുള്ളത് ഫലങ്ങളെ സ്വാധീനിക്കുന്നില്ല, പകരം എങ്ങനെയാണ് പ്രപഞ്ച ശക്തികളെയാണ് സ്വാധീനിക്കുക എന്ന് പറഞ്ഞു.
അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി അല്ലെ. അഹിംസ എന്ന് പറയുമ്പോൾ എന്താ? നോൺ വയലൻസ്, ഒന്നിനെയും കൊല്ലരുത്, ഒന്നിനെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. പിന്നെ മഹാവീരനെ കുറിച്ച് നോക്കി. എത്രാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ? 24th അല്ലെ, 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ എന്ന് പറയുന്നത്. പിന്നെ അഹിംസ എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ വയലൻസ് ആണ്. അഹിംസ എന്ന് പറയുന്നത് നോൺ വയലൻസ്. സത്യ എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾനെസ്, സത്യ ട്രൂത്ത്ഫുൾനെസ്. പിന്നെ എന്താണ്? ആസ്തേയ എന്ന് പറയുന്നത് നോൺ സ്റ്റീലിംഗ്, ആസ്തേയ നോൺ സ്റ്റീലിംഗ്. ബ്രഹ്മചര്യ എന്ന് പറയുന്നത് ചഷ്ടിങ്, ബ്രഹ്മചര്യ എന്ന് പറയുന്നത് എന്താണ്? പവിത്രത സ്വീകരിക്കുക. അപരിഗ്രഹ നോൺ അറ്റാച്ച്മെന്റ്, അപരിഗ്രഹ എന്ന് പറയുന്നത് എന്താണ്? നോൺ അറ്റാച്ച്മെന്റ്, ഒന്നിനോട് എന്ത് പാടില്ല? ഒരു അറ്റാച്ച്മെന്റ് പാടില്ല അല്ലെ. ലൈഫ് എങ്ങനെയായിരിക്കണം? സിമ്പിൾ ലൈഫ് ആയിരിക്കണം, സിമ്പിൾ ലിവിങ് ആയിരിക്കണം. ലൈഫിന് എപ്പോഴും എന്താണ്? സിമ്പിൾ, ലാളിത്യമായിരിക്കണം. ആഡംബര ജീവിതത്തെ വെറുത്തു. സെൽഫ് റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വയമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. ഇതെല്ലാം നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്താണ്. അതുപോലെ ജൈനിസം, ജൈനിസം എങ്ങനെയായിരുന്നു? ആ ജൈനമതത്തിലും മഹാവീരൻ പറഞ്ഞ കാര്യം എന്താണ്? ശരിയായ ജ്ഞാനത്തിലൂടെയും അതുപോലെ തന്നെ എന്താണ്? ജൈനമതത്തില് നമ്മൾ മോക്ഷം നേടിയെടുക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റണം എന്നൊക്കെ പറഞ്ഞ മതമാണ് ജൈനമതം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ജൈനമതം, ബുദ്ധമതം, അതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ അത് മാത്രമല്ല അതിന്റെ പഠിപ്പിക്കലുകൾ, ടീച്ചിങ്, ഇതെല്ലാമാണ് നമ്മുടെ ഈ 12ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലാസ്സിൽ സംശയമുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ളതും കോഴ്സിനെ പറ്റിയിട്ടുള്ള എന്ത് സംശയമാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡൗട്ട് ഉള്ളവർ മടി കാണിക്കാതെ ഞങ്ങളോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.